ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ ബീറ്റ്സ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന കോളിഫ്ലവർ പക്കോട പോലെ തന്നെ ഒരു പക്കോട റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് പക്കോടയാണ്. ഇത് നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ക്യാബേജ് അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവാണ്. ഇതിന്റെ ഫസ്റ്റ് ലെയർ ഞാൻ ഇതുപോലെ കളയുന്നുണ്ട്. പിന്നെ ഇത് ചെറിയ ക്യാബേജ് ആണ് കേട്ടോ. ഇതിന്റെ പകുതി മാത്രമേ ഞാൻ പക്കോട ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് ഇതുപോലെ നേർ പകുതിയാക്കിയിട്ട് ഇതിന്റെ മുകളിലുള്ള ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം വാങ്ങുന്ന ക്യാബേജിലൊക്കെ നന്നായിട്ട് മരുന്നടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മിക്സ് തയ്യാറാക്കി എടുക്കാം. അരിഞ്ഞു വെച്ച ഈ ക്യാബേജ് ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഇത് 3 പിടിയാണുള്ളത്. ഇനി ഒരു വലിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 5 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില കുറച്ച് അധികം ഇടണം കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഒരു 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ജീരകം, 3/4 കപ്പ് കടലപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒട്ടും അധികമാവാൻ പാടില്ല, കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ക്യാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അഥവാ വെള്ളം അധികമായി പോയാൽ കുറച്ച് കടലപ്പൊടിയും അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഇതുപോലെ കിട്ടണം കേട്ടോ. ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യാം. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു സൈഡ് നന്നായിട്ട് ആയതിനു ശേഷം ഇതുപോലെ തിരിച്ചിടണം. കണ്ടില്ലേ, കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ എല്ലാ പക്കോടയുടെയും എല്ലാ സൈഡിലും ഒരേ കളർ കിട്ടും കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് കോരി മാറ്റാം. കാരണം ഞാൻ ഡബിൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴേ നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളത് ചെയ്ത് നോക്കുക, അപ്പോഴേ ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്കിത് ഡബിൾ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ പക്കോടയും വീണ്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു 1/2 മിനിറ്റാണ് ഞാൻ എണ്ണയിൽ ഇടുന്നത്. മാക്സിമം പോയാൽ 1 മിനിറ്റ് ഇട്ടാൽ മതി. അധിക നേരം എണ്ണയിൽ കിടന്നാൽ ഓവർ ഫ്രൈ ആയി പോവും. എല്ലാ പക്കോടയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ടൈം കിട്ടുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്